അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും നല്ല ജീവിതം രൂപപ്പെടുത്തിയെടുക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്, ബാധ്യതയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്ന അർത്ഥത്തിലുള്ള നീക്കങ്ങളാണ് ചിലപ്പോൾ ആളുകളിൽ നാം കാണുന്നത്. സത്യത്തിൻ്റെയും നന്മയുടെയും മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ യാതൊന്നും ചെയ്യരുത് എന്നതാണ് നമ്മോട് മതം അനുശാസിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ സഫിയയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് തിരുദൂതർ പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയാണ്. അവർ ചോദിച്ചു, ഭാര്യയല്ലാത്ത അന്യ സ്ത്രീകളോടൊപ്പം അങ്ങ് യാത്ര ചെയ്യുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതോ സ്ത്രീ അല്ല, എൻ്റെ ഭാര്യയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. നന്മ മാത്രം ചെയ്യുന്ന ആ വലിയ നേതാവ് നമുക്ക് നൽകുന്ന പാഠം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന യാതൊന്നും നമ്മിലുണ്ടാകരുത് എന്നതാണ്. ഇമാം ബുഖാരിയുടെ പ്രസ്തുത ഹദീസിൽ കാണാം, ഇത്തഖൂ മവാദിഅ തുഹം, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഫഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റ ദമി, മനുഷ്യൻ്റെ രക്തം ഓടുന്ന എല്ലാ സിരകളിലൂടെയും പിശാച് നടക്കുന്നുണ്ട്. അവൻ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് വേറെ ഭാഷകളാണ് പറഞ്ഞു കൊടുക്കുക. അതിന് ഇടം കൊടുക്കാത്ത രൂപത്തിൽ സുതാര്യത ഉണ്ടാകണം എന്നതാണ് ഈ വചനത്തിൻ്റെ പൊരുൾ. ഇത് നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും അനിവാര്യമായ ഒരു വിഷയമാണ്. പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റ മനുഷ്യൻ ഹോട്ടലുകളിൽ പകൽ സമയത്ത് കയറിയാൽ അവൻ നോമ്പ് നോറ്റിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും. റമദാനിൽ അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരിക്കലും റമദാനിൻ്റെ പകൽ സമയങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന വിൽക്കുന്ന കടകളിൽ കയറരുത്. അങ്ങനെ കയറിയാൽ അവൻ നോമ്പ് നോറ്റിട്ടില്ല എന്നും പരിശുദ്ധ റമദാനിലെ നോമ്പിനെ ധിക്കരിക്കുന്നവനാണ് എന്നും മറ്റുള്ളവർക്ക് തോന്നും. നാം കാര്യങ്ങൾ നേരെ ചെയ്യുകയും വേണം. നാം തെറ്റായത് ചെയ്യുന്നില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. സുതാര്യതയുടെ ഏറ്റവും ഉന്നതമായ ഈ ലെവൽ പരിഗണിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകളായി മാറുക. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ. അസ്സലാമു അലൈക്കും.